റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കാർ വിൽപ്പനയ്ക്കെന്ന പരസ്യം വിശ്വസിച്ച് ഇടപാട് നടത്തിയ മലയാളിക്ക് യുകെയിൽ 1420 പൗണ്ട് നഷ്ടമായി. ഏകദേശം 2000 പൗണ്ട് വിലയുള്ള കാർ എന്ന പേരിൽ റോതർഹാമിലെ ഒരു ഗാരേജിൽ നിന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട വ്യക്തി മുൻകൂറായി പണം ആവശ്യപ്പെടുകയായിരുന്നു. പണം അടച്ചതോടെ ഇൻവോയ്സ് ലഭിച്ചെങ്കിലും പറഞ്ഞ ദിവസം കാർ കിട്ടിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗാരേജിന്റെ പേരിൽ മറ്റൊരാൾ നടത്തിയ തട്ടിപ്പ് വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചപ്പോൾ റോതർഹാമിലെ ഇത്തരത്തിൽ ഒരു കാർ ഗാരേജ് തന്നെ ഇല്ലെന്ന വിവരമാണ് ലഭിച്ചത്. സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന കാർ വിൽപ്പന ഇടപാടുകൾക്ക് തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യകതയിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നത്. വ്യാജ ഇൻവോയ്സ് നൽകി മുൻകൂർ പണം ആവശ്യപ്പെടുന്നതാണ് ഇത്തരം തട്ടിപ്പുകളുടെ പ്രധാന ലക്ഷണങ്ങൾ. ലണ്ടന്റെ ഹൃദയഭാഗമായ റോയൽ മിന്റ് കോർട്ടിൽ ചൈനയുടെ വലിയ എംബസി നിർമ്മാണത്തിന് UK സർക്കാർ അനുമതി നൽകി. ചാരപ്രവർത്തന സാധ്യതയും ദേശീയ സുരക്ഷാ ഭീഷണിയും ചൂണ്ടിക്കാട്ടി ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നുവെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികളുടെ അഭിപ്രായം തേടിയ ശേഷമാണ് തീരുമാനം. ഒരേ സ്ഥലത്ത് ചൈനയുടെ എല്ലാ നയതന്ത്ര പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കുന്നത് സുരക്ഷയ്ക്ക് ഗുണകരമായിരിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഈ വർഷം ആദ്യം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് തീരുമാനം. എംബസി നിർമ്മാണം ലണ്ടൻ നഗരകേന്ദ്രത്തിലും നിർണായക ഫൈബർ ഓപ്റ്റിക് കേബിൾസിനും സമീപമാണെന്നതും ആശങ്ക ഉയർത്തിയിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. 1.5 വയസ്സുകാരൻ വിയാനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. പിഴ അടച്ചാൽ തുക ഭർത്താവിന് നൽകണമെന്നും കോടതി വിധിച്ചു. ഒരമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചു. ഒന്നുമറിയാത്ത കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. വിധി സമൂഹത്തിന് പാഠമാകണമെന്നും കോടതി പറഞ്ഞു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശരണയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് വാദിഭാഗം അഭിഭാഷകൻ അഭിപ്രായപ്പെട്ടിരുന്നുവെങ്കിലും പ്രതിയുടെ പ്രായവും മുൻപ് കേസുകളിൽ പ്രതിയല്ല എന്നതും ഉൾപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു. സിനിമാ താരം കൃഷ്ണപ്രസാദ് മർദ്ദിച്ചെന്ന് കോട്ടയത്തെ സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ. കോട്ടയം ശ്രീനിലയം വീട്ടിൽ ഡോക്ടർ B ശ്രീകുമാറാണ് കൃഷ്ണപ്രസാദും സഹായി കൃഷ്ണകുമാറും ചേർന്ന് തന്നെ മർദ്ദിച്ചെന്ന് ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. കോട്ടയം നഗരത്തിൽ താമസിക്കുന്ന ഡോക്ടർ ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്ത് ഭാര്യയുടെ പേരിലുള്ള പുരയിടത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവമെന്ന് പരാതിയിൽ പറയുന്നു. അവിടെ ശ്രീകുമാർ പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തൊഴിലാളികൾ കല്ലുകെട്ടിയപ്പോൾ കൃഷ്ണപ്രസാദ് തടയുകയും കല്ലുകെട്ടിയാൽ പൊളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഡോക്ടർ സ്ഥലത്തെത്തി. അപ്പോൾ കല്ലിട്ട സ്ഥലത്ത് വില്ലേജ് ഓഫീസറുമായി കൃഷ്ണപ്രസാദും എത്തി. അത് മൊബൈലിൽ പകർത്തുന്നതിനിടെയാണ് മർദ്ദനമേറ്റതെന്നാണ് പരാതി. രാജ്യത്ത് എല്ലാ സാമ്പത്തിക വർഷവും വൈദ്യുതി നിരക്ക് തനിയെ പരിഷ്കരിക്കുന്ന സംവിധാനം വരുന്നു. ദേശീയ വൈദ്യുതി നയത്തിന്റെ കരടിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് പരിഷ്കരിച്ചെങ്കിലും നിശ്ചിത സൂചികയുമായി ബന്ധിപ്പിച്ച് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തനിയെ പുതുക്കൽ നടക്കും. വിതരണ കമ്പനിയും കമ്മീഷനും നിരക്ക് വർധനവ് നടത്തിയില്ലെങ്കിലും വൈദ്യുതി നിരക്ക് ഉയരുമെന്നും ചുരുക്കം. ഇനി കായിക വാർത്തകൾ. അവസാനവട്ട സമ്മർദ്ദങ്ങളും തള്ളി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിലപാട് ഘടിപ്പിച്ചതോടെ ഇന്ത്യയിൽ നടക്കുന്ന 2020 ലോകകപ്പിൽ ബംഗ്ലാദേശ് പുറത്ത്. ലോകകപ്പ് വേദി മാറ്റത്തിനുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്നലെ ICC വോട്ടിന് വെച്ചിരുന്നു. വെർച്വലായി നടത്തിയ ICC ബോർഡ് മീറ്റിംഗിൽ 14 അംഗ രാജ്യങ്ങൾ വേദിമാറ്റ ആവശ്യത്തെ എതിർത്തപ്പോൾ ബംഗ്ലാദേശിനൊപ്പം പാകിസ്ഥാൻ മാത്രം നിലകൊണ്ടു. 2020 ലോകകപ്പ് മത്സരങ്ങൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും ICC അറിയിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 123.17 ഇന്ത്യൻ രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.